ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഇതേപോലെ കുവൈറ്റിൽ കടുത്ത ചൂട് തുടങ്ങിയ സമയത്താണ് ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജോർജിയയിലേക്ക് പോയത്. ഒത്തിരി നാളെ വിചാരിക്കണോ ആ വീഡിയോ നിങ്ങളിലേക്കും കൂടി എത്തിക്കണമെന്ന്, പക്ഷെ ഇന്നാണ് അതിന് സമയം കണ്ടെത്തിയത്. അപ്പം മനോഹരമായ പച്ചപ്പും അടിപൊളി കാലാവസ്ഥയായിട്ട് ഞങ്ങളുടെ ആ ജോർജിയൻ യാത്ര എങ്ങനെയുണ്ടായിരുന്നെന്ന് നോക്കാം. വെൽക്കം ടു ദ വ്ലോഗ്. അങ്ങനെ ഞങ്ങളുടെ കുറേ നാളായിട്ടുള്ള ജോർജിയൻ യാത്രയിലേക്ക് കടക്കുകയാണ് ഗായ്സ്. ഈ വിമാനത്തിൻ്റെ ജനാലയിലൂടെയുള്ള ഈ ആകാശ കാഴ്ചകൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നോ. കുവൈറ്റിൽ നിന്നും വെറും 2.5 മുതൽ 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ ജോർജിയയിലേക്കുള്ള ഫ്ലൈറ്റ് ടൈം. സമയം പോകുന്നത് നമുക്ക് അറിയേയില്ല കേട്ടോ. പിന്നെ ഏറ്റവും വലിയ കാര്യം, കുവൈറ്റ് സിവിൽ ID ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഓൺ അറൈവൽ വിസ ആണ് കിട്ടുന്നത്. ഇവിടുത്തെ എമിഗ്രേഷൻ പ്രൊസീജിയറൊക്കെ വളരെ ഈസിയും ഫാസ്റ്റും ആയിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല സുഖമുള്ള ഒരു തണുത്ത കാറ്റാണ് ഞങ്ങൾ സ്വീകരിച്ചത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞങ്ങൾ ഒരു ലോക്കൽ സിം കാർഡും എടുത്തു. പിന്നെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് അറിയൂ, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഹോട്ടൽ റൂംസൊക്കെ Booking.com വഴി ഒറ്റയ്ക്ക് ബുക്ക് ചെയ്തത്. അതുമാത്രമല്ല, ജോർജിയയിൽ MBBS പഠിക്കുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൂടി അവിടെ ഉണ്ടായിരുന്നു. ഹിസ് നെയിം ഇസ് ലിജിത്ത്. ആൻഡ് അവൻ ഞങ്ങൾക്കായിട്ട് ഒരു റെൻ്റേ കാറും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്വീകരിക്കാൻ എത്തിയത് അവൻ തന്നെ ആയിരുന്നു. പിന്നെ കുവൈറ്റിൽ നിന്ന് ഞങ്ങൾ ഡോളറാണ് നമ്മുടെ കയ്യിൽ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് കുറച്ച് ഡോളറുകൾ മാത്രം ജോർജിയൻ ലാറിയാക്കിയിട്ട് മാറ്റി. പിന്നെ ഞങ്ങൾ ലിജിത്തിൻ്റെ കൂടെ നേരെ പോയത് നമ്മുടെ ഇവിടുത്തെ ജമിയ പോലത്തെ ഒരു ഷോപ്പിലേക്കാണ്. അവിടുന്ന് ഞങ്ങൾ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്നാക്സും വെള്ളമൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തു. ദെൻ വി ഹെഡഡ് ടു കുതൗരി. ഞങ്ങൾ മാത്രമുള്ള ഒരു റോഡ് ട്രിപ്പ്, അതും ജോർജിയ പോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയിൽ. ആൻഡ് ഇറ്റ് വാസ് സോ മാജിക്കൽ. അത്രയും ഭംഗിയുള്ളൊരു യാത്രയായിരുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടേക്കണ ആ ഒരു ഭംഗി എനിക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങളത് നേരിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയുണ്ട് ജോർജിയക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് നമുക്ക് എത്രയൊക്കെ ചെയ്താലും നമ്മുടെ ക്യാമറയിൽ പതിയിരിക്കാൻ പറ്റില്ല. meters, slight right. ഏത് ലൈക്കാണ് ഇപ്പുറത്തുള്ളത്? അതല്ലേ മറ്റേ സാധനം? അവിടെ പോകണ്ട. അഞ്ഞൂഞ്ഞാരിക്കോട്ട അല്ലെന്നാ മറ്റേതില്ലേ, പില്ലേഴ്സ്, Slight right. അതൊക്കെ നമുക്ക് ടിപ്ലീസി ക്രോണിക്കിൾ ഓഫ് ജോർജിയ. ഞാൻ ആദ്യം ഒന്ന് പെട്രോൾ അടിച്ചിട്ട് ഇച്ചിരി ഒന്ന് ഭക്ഷണം കഴിക്കണ്ടേ, In 500 meters, റിലാക്സ്ഡ്. അങ്ങനെ വിശപ്പിൻ്റെ കളി വന്നപ്പോൾ ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത് ഉടനെ ഒരു ഹോട്ടൽ ഫൈൻഡ് ചെയ്യാന്നുള്ളായിരുന്നു. പക്ഷെ നമ്മൾ ടൗണിൽ നിന്നും കുതവരിയിലേക്കുള്ള റോഡിലായതുകൊണ്ടിട്ട് നമുക്ക് അധികം ഹോട്ടലൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ദെൻ ഫൈനലി വി ഫൗണ്ട് എ ഹോട്ടൽ ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. ആൻഡ് ദിസ് വാസ് ദ ഹോട്ടൽ. പക്ഷെ ഇവിടെ എത്തിയിട്ട് മെനു നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ആയത്. ബിക്കോസ് ഇവിടെ കൂടുതലും പോർക്ക് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തതായിരുന്നു, പക്ഷെ നമുക്ക് ഏത് ഫുഡ് ഓർഡർ ചെയ്യും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സ്റ്റാഫിനോട് ഡിസ്കസ് ചെയ്ത് ഞങ്ങളുടെ കൺസേൺസ് ഒക്കെ പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു ഐറ്റം സജസ്റ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് ചഷൂഷുലി. ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെയല്ല, റൈസും ബീഫ് സ്റ്റൂവും ഒക്കെ ഒരുമിച്ച് ചേർത്ത ഒരു അടിപൊളി 1 pot മീലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. പിന്നെ നല്ല ചൂടോടെ ആ റൈസും ബീഫും ഒക്കെ കഴിച്ച് വിശപ്പ് ഞങ്ങൾ അടക്കി. നമ്മുടെ ഫുഡ് വരുന്നവരെ ഞങ്ങൾ കുറച്ച് നേരം ആ റെസ്റ്റോറൻറ്റ് ബാക്ക് സൈഡിലുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല.
ഈ ടൈമിൽ കടന്നലിൻ്റെ അറ്റാക്ക് ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞു കൊണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി. പക്ഷെ ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. ഞങ്ങൾ പുറത്തിരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടിട്ട് ഞങ്ങൾ ഇൻസൈഡ് തന്നെ പോയി. ഇറ്റ് വാസ് സോ ഗുഡ്. ഇവിടെയുള്ള ഒട്ടുമിക്ക വീടുകളുടെ മുറ്റത്തും ഒരു മുന്തിരിവള്ളി അല്ലെങ്കിൽ ഒരു അനാറ് അല്ലെങ്കിൽ ചെറീസ് അങ്ങനെ എന്തിൻ്റെയെങ്കിലുമൊക്കെ ബെറീസിൻ്റെ ഒക്കെ മരങ്ങളുണ്ട് കേട്ടോ. മേ ബി അവർ കൃഷി ചെയ്യണമായിരിക്കാം. ഒരുവിധം എല്ലാ വീടിൻ്റെയും മുമ്പിലുണ്ട്. അതാണെങ്കിൽ നല്ല രീതിയിൽ പൂത്ത് തളിർത്താണ് നിൽക്കുന്നത്. അതങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. എത്ര ഒപ്പിയെടുത്തിട്ട് ഒരു കാര്യമില്ല. ഇതിന്റെ ഭംഗി ആർക്കും അറിയാൻ പറ്റില്ല, നേരിട്ട് കാണാം. മറ്റേ സംഭവം നമ്മള് മറ്റേ ആ വീഡിയോയിലൊക്കെ കാണാ, ഐ ലവ് ജോർജിയ എന്നൊക്കെ പറഞ്ഞ എഴുതിയേക്കണതില്ലേ, അത് അങ്ങോട്ടാണ്. ഇതാണ് നമ്മൾ മിക്ക ജോർജിയൻ വീഡിയോസിലും കാണുന്ന സിൻ വാലി ഡാം. ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, നല്ലൊരു നീലയും പച്ചയും കലർന്ന നിറം. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇത് ഒരു മാൻമെയ്ഡ് ഡാമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇത് ഒരു മനുഷ്യനിർമ്മിത ഡാമാണ്. നമ്മുടെ ടിബിലിസി നഗരത്തിലേക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ പോകുന്നത് പ്രധാനമായിട്ടോട്ട് ഇവിടെ നിന്നാണ്. മാത്രമല്ല ഈ ഡാമിൻ്റെ അടിയിൽ പഴയൊരു ചരിത്രപ്രസിദ്ധമായ പള്ളിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. വെള്ളം കുറയുമ്പോൾ നമുക്കത് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ആൻഡ് ഇവിടെ നമ്മൾ ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് ഫോട്ടോ ബൂത്തുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതായി കാണുന്ന ഐ ലവ് ജോർജിയ സൈൻ ബോർഡും ഈ ഭംഗി ഉണ്ണാലും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന മലനിരകളും തടാകവും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേറെ ലെവൽ സ്പോട്ടാണ് കേട്ടോ ഇത്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മനോഹര ഊഞ്ഞാലും ഐ ലവ് ജോർജിയ ബോർഡിലും ഒക്കെ കയറി നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മളൊരു 5 ലാരി കൊടുക്കണം. ഇനി ക്യാഷ് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒട്ടും വിഷമം വേണ്ട. ഈ ബൂത്തുകൾക്ക് തൊട്ടടുത്ത് തന്നെ ഡാമിൻ്റെ നല്ല കിടക്കാച്ചി വ്യൂ കിട്ടുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് എത്ര ഫോട്ടോസ് വേണമെങ്കിലും എടുക്കാം. ഇറ്റ്സ് ടോട്ടലി ഫ്രീ. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയുള്ള ലോക്കൽ ഷോപ്പുകളൊക്കെ ചുറ്റി നടന്ന് കണ്ടു. ജോർജിയൻ ഓർമ്മകൾക്കായിട്ട് നല്ല സൂപ്പർ സെവനിയർ വാങ്ങാൻ പറ്റിയ നല്ല കടകളാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ പല ഡിസൈനിലുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, ജോർജിയൻ സ്റ്റൈലിൽ പരമ്പരാഗതമായിട്ടുള്ള തൊപ്പികൾ, പിന്നെ നല്ല ഭംഗിയുള്ള കല്ലുമാലകൾ, കൈപ്പണികൾ ചെയ്ത ആഭരണങ്ങൾ കാണാൻ തന്നെ നല്ല കളർഫുള്ളാണ്. ഇവിടെ നീല കളറായിട്ടാണ് എനിക്ക് വെള്ളം കാണുന്നത്, അവിടെ പച്ചയായിട്ടാണ്. അങ്ങനെ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. അടുത്തായി ഞങ്ങൾ എത്തിയതായി കാണുന്ന ഫേമസ് ആയ അനനൂരി കോട്ടയുടെ മുന്നിലാണ്. ശരിക്കും ചരിത്രം ഉറങ്ങുന്ന ഒരു കിടിലൻ കോട്ടയാണിത്. ഇറ്റ് ലുക്സ് സോ മജസ്റ്റിക്. പക്ഷേ ഞങ്ങളിപ്പോൾ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് അറിയില്ല കേട്ടോ, കാരണം ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ലക്ഷ്യം ഗോദാവരിയാണ്. നേരം വൈകുന്നതിന് മുമ്പ് അവിടെ എത്തണമായിരുന്നു. അതുകൊണ്ട് നാളെ തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറി കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കിടിലൻ സ്പോട്ട് കണ്ടത്. വഴിയിലുള്ള ഒരു അടിപൊളി റിവർ സൈഡായിരുന്നു ഇത്. കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം.
ഇഷ്ടമായി. ഞങ്ങൾ അപ്പം തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങി. ആ പച്ച പിടിച്ച വലിയ മലകളുടെ താഴെ ഒരു കുഞ്ഞ് കളർഫുൾ വേലിയൊക്കെ കെട്ടി നല്ല രസകരമായിട്ടാണ് അവർ ആ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അവിടെ കുറേ തോരണങ്ങളൊക്കെ തൂട്ടി നല്ലൊരു ഫെസ്റ്റിവൽ വൈബായിരുന്നു കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ ആ തണുത്ത കാറ്റും ആ നദിയുടെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഐ റിയലി ഫെൽറ്റ് സോ റിലാക്സ്ഡ്. കുവൈറ്റിലെ തിരക്കുകളിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രകൃതിയുടെ കൂടെ അല്പസമയം ചെലവഴിക്കാൻ പറ്റിയത് റിയലി എ ഗ്രേറ്റ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നടന്ന് ആ ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു. അതുമാത്രമല്ല കേട്ടോ, അവിടെ നല്ല പ്യുവർ നാച്ചുറൽ ഹണി വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മലമുകളിൽ നിന്നൊക്കെ നേരിട്ടെടുക്കുന്ന നല്ല ഒന്നാം തരം കാട്ടുതന്നെ. ഇറ്റ് ലുക്ക് സോ പ്യുവർ. സോ അവർ ചെറിയ കുപ്പികളിലൊക്കെ ആക്കി നല്ല ഭംഗിയായിട്ടാണ് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. അവിടെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആ റിവർ സൈഡിൽ വെച്ച് നല്ല ലൈവായിട്ട് ഇറച്ചി ചുടുന്നുണ്ടായിരുന്നു. ഒരു അടിപൊളി ബാർബിക്യൂ വൈബ്. ദൂരെ നിന്ന് തന്നെ അതിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് സ്മെൽറ്റ് സോ ഗുഡ്. കണ്ടിട്ട് നല്ല നാടൻ മട്ടനാണെന്നാണ് തോന്നുന്നത്. ജോർജിയൻ സ്റ്റൈലിൽ കനലിൽ ചുട്ടെടുക്കുന്ന ആ ഇറച്ചി കാണാൻ തന്നെ നല്ല ലുക്കായിരുന്നു. ഈ തണുത്ത റിവർ സൈഡിലിരുന്ന് ആ ചൂടിറച്ചി കഴിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. എന്തായാലും ഞങ്ങൾ അത് നോക്കി കുറച്ചു നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഒട്ടും ആലോചിച്ചില്ല, അവിടെ ഇരുന്ന് നല്ല ചൂടുള്ള ഒരു ചായയൊക്കെ ഓർഡർ ചെയ്ത് ഈ തണുത്ത കാലാവസ്ഥയിൽ ആ നദിയുടെ സൗണ്ടും ചുറ്റുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഒരു ചൂട് ചായ കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ റിലാക്സിങ്. ശരിക്കും പറഞ്ഞാൽ മനസ്സിനും ശരീരത്തിന് നല്ലൊരു കുളിർമ കിട്ടിയതുപോലെ തോന്നി. ഐ റിയലി ലവ് ദാറ്റ് മൊമെൻറ്റ്. കുറേ നേരം ഞങ്ങൾ ആ റിവർ സൈഡിൽ വെറുതെ ഇരുന്ന് ആ പ്രകൃതി ഭംഗിയൊക്കെ നന്നായി ആസ്വദിച്ചു. കുവൈറ്റുള്ള തിരക്കിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയത് റിയലി എ ഗ്രേറ്റ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മനസ്സൊക്കെ നിറഞ്ഞ് ഞങ്ങൾ വീണ്ടും വണ്ടിയിലേക്ക് കയറി. പിന്നീട് അങ്ങോട്ട് റോഡൊക്കെ പതുക്കെ മാറി തുടങ്ങി. മുകളിലേക്ക് കയറുന്ന ഒരു ഒന്നൊന്നര ചുരം കയറ്റമായിരുന്നു. വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ആ റോഡും ഇരുവശത്തും മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന വലിയ മലനിരകളും. ഓ മൈ ഗോഡ്, ദാറ്റ് റോഡ് ട്രിപ്പ് വാസ് അമേസിങ്. മലമുകളിലേക്ക് കയറും തോറും താഴെ കാണുന്ന തായ്വരകളുടെ വ്യൂ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നോ. പച്ചപ്പ് നിറഞ്ഞ ആ വലിയ മലകളും അതിനിടയിലൂടെ ഒഴുകുന്ന ചെറിയ നദികളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സിനിമ സെറ്റിലെത്തിയതുപോലെ തോന്നും. ഇറ്റ് വാസ് സോ പീസ്ഫുൾ. അതുമാത്രമല്ല കേട്ടോ, മുകളിലേക്ക് കയറും തോറും കാലാവസ്ഥയെ നല്ലോണം മാറി വന്നു. കുവൈറ്റിലെ ആ കടുത്ത ചൂടിൽ നിന്നൊക്കെ വന്നിട്ട് വണ്ടിയുടെ ഗ്ലാസ് താഴത്തെ മുഖത്തേക്ക് അടിക്കുന്ന ആ തണുത്ത കാറ്റുണ്ടല്ലോ, അബ്സല്യൂട്ട്ലി ഹെവൻലി ഫീലിംഗ് ആണ്. ഞങ്ങൾ പാട്ടൊക്കെ പാടി ആ റോഡ് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പതുക്കെ മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നു. പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സുകളുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വണ്ടി നിർത്തി നല്ല രസമായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ മലനിരകൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ശരിക്കും ഒരു പച്ചപ്പുല്ല് പരവതാനി വിരിച്ചതുപോലെയില്ലേ, അതിൻ്റെ നടുവിലായി പ്രകൃതി തന്നെ വരച്ചുണ്ടാക്കിയതുപോലെ ഒരു കുഞ്ഞു താഴ്വരയും നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലെ ഊട്ടിയോ മൂന്നാറോ ഒക്കെ പോലെ തോന്നുമെങ്കിലും ഈ വലിയ ജോർജിയൻ മരങ്ങളുടെ ആ ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ, അത് നേരിട്ട് കാണുമ്പോൾ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വൈബ്. കുവൈറ്റിലെ ആ മരുഭൂമിയും കടും ചൂടും ഒക്കെ കണ്ട് ശീലിച്ച കണ്ണുകൾക്ക് ഈ ഒരു പച്ചപ്പ് തരുന്ന ആശ്വാസം ഉണ്ടല്ലോ, അത് വാക്കുകൾക്കപ്പുറമാണ്. ഈ മലകളുടെ മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ണിന് കുളിർമ കിട്ടുന്നത് പോലെ തോന്നും. ഞങ്ങൾ കണ്ണെടുക്കാതെ ആ മനോഹരമായ കാഴ്ച ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വലിയ ചുരം റോഡൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പതുക്കെ മലമുകളിലേക്ക് എത്തി. ഞങ്ങൾ മുകളിലെത്തിയപ്പോഴേക്കും സമയം വൈകുന്നേരം ഒരു 7 o'clock ആയിട്ടുണ്ടാവും. പക്ഷെ ഇവിടുത്തെ ആകാശം ഒന്ന് നോക്കിക്കേ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 7 മണിയാകുമ്പോഴേക്കും നല്ല ഇരുട്ടാവുമല്ലോ. പക്ഷെ ഇവിടെ ഇപ്പോഴും നല്ല വെളിച്ചമുണ്ട്. ആ മൗണ്ടൻസിൻ്റെ മുകളിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്ന ആ ഒരു ഗോൾഡൻ ലൈറ്റും മേഘങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ മാജിക്കൽ. ഞങ്ങൾക്ക് അത് അവിടെ നിന്ന് ആസ്വദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എത്രയും പെട്ടെന്നൊന്ന് റിസോർട്ടിൽ എത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് റിസോർട്ടിലേക്ക് വിട്ടു. 7 മണിയായിട്ടും നേരം ഇരുട്ടാവാത്തത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു കൗതുകം തോന്നിയായിരുന്നു. മലമുകളിലായതുകൊണ്ട് തന്നെ നല്ല ഒന്നാന്തരം തണുപ്പും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും മനസ്സ് നിറക്കുന്ന ഒരു വൈകുന്നേരമായിരുന്നു അത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മലഞ്ചെരുവിലായിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളും റിസോർട്ടുകളൊക്കെ കണ്ടു തുടങ്ങിട്ടോ. ആ കാണുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഗുദാവരി. മലനിരകൾക്ക് നടുവിൽ ഇങ്ങനെ വീടുകൾ കാണുന്നത് തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ശരിക്കും ഒരു ഫെയറി ടൈല് പോലെ ഇരിക്കണം.
വൈകുന്നേരം ഒരു 7 മണിയായിട്ടും ആ വെളിച്ചത്തിൽ ആ ഗ്രാമം മൊത്തം കാണാൻ നല്ല ലുക്കായിരുന്നു കേട്ടോ. ഇനി ഒട്ടും ലാഗടിപ്പിക്കില്ല, ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ ഹോട്ടലിലേക്കാണ്. മെയിൻ റോഡിൽ നിന്നും ഈ കാണുന്ന ഹോട്ടൽ സൈൻ ബോർഡ് കണ്ട് ഒരു കുഞ്ഞു പ്രൈവറ്റ് റോഡിലേക്ക് വണ്ടി ഞങ്ങൾ തിരിച്ചു. ശരിക്കും ഞങ്ങൾ ഗൂഗിൾ മാപ്സ് നോക്കിയാണ് ഇങ്ങോട്ട് കറക്റ്റായിട്ട് എത്തിയത് കേട്ടോ. മാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വഴി തെറ്റാതെ ഈസി ആയിട്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റി. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്താണെന്നറിയോ, ഇത് കുറച്ച് റിസോർട്ടുകൾക്ക് മാത്രം പോകാനുള്ള ഒരു പ്രത്യേക പ്രൈവറ്റ് റോഡാണ്. മെയിൻ റോഡിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം. ഇറ്റ്സ് സോ പീസ്ഫുൾ. ഈ റോഡിൻ്റെ കറക്റ്റ് അറ്റത്തായിട്ടാണ് ഞങ്ങളുടെ റിസോർട്ട് ഇരിക്കുന്നത്. ചുറ്റും പച്ചപ്പും മലനിരകളും ഒക്കെയായി വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും ഒരു വല്ലാത്ത ഫീൽ തന്നെയായിരുന്നു. അങ്ങനെ ദീർഘദൂര യാത്രയ്ക്കൊടുവിൽ ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിച്ചേർന്നു. ഇതാണ് ഞങ്ങൾ ഗുദാവറിയിൽ ബുക്ക് ചെയ്ത ഹോട്ടൽ, ഗോഗി സ്കീ റിസോർട്ട്. വിൻ്റർ സീസണിലൊക്കെ ഇവിടെ ഫുള്ള് മഞ്ഞുമൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ സ്കീയിങ് ചെയ്യാൻ വരുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. ഗുദാവറിയിലെ ഹോട്ടൽ റേറ്റ്സൊക്കെ നമ്മൾ പോകുന്ന സീസൺ അനുസരിച്ച് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഞങ്ങൾ പോയതുപോലെ ജൂലൈ മാസത്തിലുള്ള ഓഫ് സീസണിലാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ ഹോട്ടൽ റൂമുകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അതുകൊണ്ട് ജൂലൈ യാത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഇറ്റ്സ് വെരി ചീപ്പ്. പക്ഷേ ഇതേ സ്ഥലം വിൻ്റർ സീസണിൽ, അതായത് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് ഫുള്ള് മഞ്ഞ് മൂടി സ്കീയിങ് ചെയ്യാനുള്ള പരുവാകും. അപ്പോൾ റേറ്റ്സൊക്കെ വേറെ ലെവലാകും. അതുകൊണ്ട് വിൻ്റർ സീസണിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ ബഡ്ജറ്റ് കുറച്ചുകൂടി കൂട്ടിക്കരുതണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ജൂലൈ യാത്രയിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നേരെ ചെന്ന് കാണാം. റിസോർട്ടിലേക്ക് ആദ്യം കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു റിസപ്ഷൻ ഏരിയയാണ്. ഇവിടെ ഇന്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് സോ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. ആ ഭിത്തിയിൽ നല്ലൊരു മോഡേൺ ആർട്ട് പെയിൻറ്റിങ്ങും പിന്നെ കുറച്ച് ക്യൂട്ടായ കുഞ്ഞു കുഞ്ഞു ഷെൽഫുകളൊക്കെ വെച്ച് വളരെ സിമ്പിളായിട്ടാണ് അവരിത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിറ്റിംഗ് ഏരിയയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ റൂം. ഹോട്ടലിൻ്റെ ലോബി മൊത്തത്തിൽ നല്ല ക്ലീനായിട്ടും ഭംഗിയായിട്ടുമാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും വളരെ ആലോചിച്ച് സെറ്റ് ചെയ്തതുപോലെയാണ്. ഡോറ് തുറന്ന പാടെ എൻ്റെ മോൾ ഓടിപ്പോയി ബെഡിൽ വരെ പുറപ്പിച്ച് കഴിഞ്ഞു. ഷീ ഈസ് സോ ഹാപ്പി. ലോങ് ഡ്രൈവിൻ്റെ ആ ഒരു തളർച്ചയൊക്കെ മാറി അവൾ ക്യാമറയ്ക്ക് നേരെ നോക്കി ക്യൂട്ടായിട്ട് പോസ് ചെയ്യാണ്. മോൻ ഉറക്കവുമായി. ഈ റിസോർട്ടിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടുത്തെ റൂമുകൾ അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ്. അതായത് കണക്റ്റിംഗ് റൂമുകളാണ്. നമ്മൾ കുട്ടികളൊക്കെ കൂട്ടി യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാകുന്നത് ശരിക്കും വലിയൊരു ഹെൽപ്പാണ് കേട്ടോ. ഇറ്റ്സ് റിയലി ഗുഡ്. നമുക്ക് നമ്മുടെ പ്രൈവസിയും കിട്ടും. അതേസമയം കുട്ടികൾ എന്ത് ചെയ്യുകയാണെന്ന് തൊട്ടടുത്ത റൂമിലിരുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കാനും പറ്റും. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് തികച്ചും പെർഫെക്റ്റായ ഒരു സെറ്റപ്പാണിത്. ഐ റിയലി ലൈക്ക് ദിസ് ഐഡിയ. പക്ഷേ ഈ റൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതൊന്നുമല്ല കേട്ടോ. ആ വലിയ ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്കൊന്ന് നോക്കിക്കേ. അസ്തമയ സൂര്യൻ്റെ ആ ഒരു വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന ആ മൗണ്ടൻ വ്യൂ. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട്ലി മജസ്റ്റിക് വ്യൂ. റൂമിലിരുന്ന് തന്നെ ഈ കാഴ്ച കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അത്ഭുതമാണ്. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ ഒട്ടും വൈകിച്ചില്ല. വീട്ടിലേക്ക് വീഡിയോ കോൾ വിളിച്ച് ഈ കാഴ്ചകളൊക്കെ അവർക്ക് കൂടി കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും സമയം രാത്രി 8 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ അപ്പോഴും ആകാശത്ത് സൂര്യൻ അസ്തമിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്കും വലിയൊരു അത്ഭുതമായിരുന്നു. ദേ വാസ് സോ സർപ്രൈസ്ഡ്. 8 മണിയായിട്ടും നേരെ ഇരുട്ടാവത്തത് കണ്ടപ്പോൾ ഞങ്ങൾക്കും വല്ലാത്തൊരു കൗതുകം തോന്നി. അങ്ങനെ വീട്ടിലൊക്കെ വിളിച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു കഴിഞ്ഞ് സമയം ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ നേരെ വന്നത് ഈ കാണുന്ന സ്പൈസ് ഗാർഡൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. മലമുകളിൽ ഇങ്ങനെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും സന്തോഷമായി. ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ, ഇതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ഹലാൽ സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ആ പോർക്ക് കൺഫ്യൂഷനൊക്കെ മാറി. മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടി. ഇറ്റ് വാസ് എ ബിഗ് റിലീഫ്. ഉച്ചയ്ക്ക് നമ്മൾ ഒരു 1 പോട്ട് മീലൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് രാത്രി നല്ല നാടൻ ഇന്ത്യൻ ഫുഡ് തന്നെ അടിക്കുക എന്ന് കരുതി ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. മോളുതാ ഹസ്ബൻഡിൻ്റെ കൈയും പിടിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് ഓടുകയാണ്. ഇനി ഇവിടുത്തെ ഫുഡ് റേറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മലമുകളിലുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ വില കുറച്ച് കൂടുതലാണ്. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. ഒരു ബിരിയാണിക്കോ ചിക്കൻ കറിക്കോ ഏകദേശം 4-5 കുവൈറ്റ് ദിനാറിൻ്റെ ഒക്കെ അടുത്ത് വരും കേട്ടോ. വില കുറച്ച് കൂടുതൽ തോന്നാമെങ്കിലും കുവൈറ്റിൽ നിന്ന് വന്നിട്ട് ഈ മഞ്ഞുമലകളുടെ നടുവിലിരുന്ന് നല്ല തനത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കാശിന് ഒതുങ്ങുന്ന ടേസ്റ്റ് ഇവിടെയുണ്ട്. ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. ഭക്ഷണത്തിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും കണ്ടപ്പോൾ ഞങ്ങളുടെ കൺഫ്യൂഷനും യാത്രയുടെ ക്ഷീണവും ഒക്കെ മാറി. അങ്ങനെ ഞങ്ങൾ നല്ല മനസ്സ് നിറഞ്ഞ് ആ ഡിന്നറും കഴിച്ച് തിരിച്ച് റിസോർട്ടിലേക്ക് നടന്നു. ശരിക്കും എത്ര മനോഹരമാണ് നമ്മുടെ ഈ ലോകമല്ലേ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നമ്മൾ നടത്തുന്ന ഓരോ യാത്രകളും നമുക്ക് എത്ര പുതിയ അറിവുകളും അനുഭവങ്ങളുമാണ് നൽകുന്നത്. കുവൈറ്റിലെയും നാട്ടിലെയും ജീവിതത്തിൽ നിന്നും മാറി തികച്ചും വ്യത്യസ്തമായ ഒരു നാട്ടിൽ ഒരു പുതിയ സംസ്കാരവും പ്രകൃതിയും ഒക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷമാണ്.
യാത്രകൾ എപ്പോഴും നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ജോർജിയയിലെ യഥാർത്ഥ കാഴ്ചകൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ഭാഗമായി വേഗത്തിൽ വരാം. ബൈ ബൈ.